ഹലോ, ആരാ? ഹലോ, ഗംഗയാണോ? അതെ, ഞാൻ നന്ദു സാറാണ്. ഹലോ ഹലോ, ഗംഗ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നന്ദു സാറാണ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ തെണ്ടി? എന്താ റോങ് നമ്പർ. ആ വാദ്യാരുടെ ശല്യം തീർന്നില്ലെന്ന് എന്താടി പറയാഞ്ഞത്? അത് നന്ദു സാർ ആയിരിക്കില്ല. പിന്നെ ആരടി ഓടേ തമ്പുരാനോ? നന്ദു സാർ അങ്ങനെയുള്ള ആളല്ല. പെണ്ണിന്റെ കോളേജിൽ പോക്ക് നിർത്തിയിട്ട് സമ്മതിക്കില്ലാന്ന് വെച്ചാ ഇനി അവനെ അവിടെ വെച്ച് വാഴിച്ചിട്ട് കാര്യമില്ല. അയ്യോ, വലിയ എന്തു പറ്റി സർ? ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം കോളേജിൽ ഒരു ഇഷ്യൂ ആക്കരുത്. ലീവ് മീ അലോൺ. വീട്ടിലിരുത്താന്ന് വെച്ചാലും നീ ഞങ്ങളുടെ പെങ്ങളെ വെറുതെ വിടുകയില്ല അല്ലടാ. പെൺപിള്ളേരെ മാനം മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടാ. എന്താ എന്താ കാര്യം? കാര്യം നിനക്ക് അറിയില്ല അല്ലടാ. ഇത് മാർക്കറ്റ് അല്ല. ഈ കോമ്പൗണ്ടിൽ കയറി തെമ്മാടിത്തരം കാണിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ? ഇങ്ങോട്ട് തെമ്മാടിത്തരം കാണിച്ചാൽ അങ്ങോട്ടും കാണിക്കും. അതിൽ പാറപ്പുറന്മാർക്കാരുടെ ഉത്തരവൊന്നും വേണ്ട. ആരെന്ത് തെമ്മാടിത്തരം കാണിച്ചു എന്നാ പറയണത്? ഇവന്റെ ശല്യം കാരണം ഞങ്ങളുടെ പെണ്ണിനെ കോളേജിൽ വിടുന്നത് നിർത്തേ. പേടിച്ചിട്ടല്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം കരുതിയ. എന്നിട്ട് വിടുകയെന്ന് വെച്ചാ എന്താ നന്ദു ഈ കേക്കണേ? ഞാൻ മനസ്സറിയാത്ത കാര്യച്ചോ. പിന്നെ ഫോണിൽ കൂടെ സംഘടിച്ചിട്ട് മറ്റോളാ മാറ്. ഇവനെ പോലുള്ളവരെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നേ അച്ഛനും കൂടെ നടക്കടാ. ഇനി എങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അടിച്ചവന്റെ നട്ടൊലി അങ്ങ് ഓടിക്കും. വാടാ. എല്ലാവരും ക്ലാസ്സുകളിലേക്ക് പോണം. എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോണം. പോണം 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 വേഗം പോണം 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 വേഗം പോണം. കരയാതിരിക്കുന്നില്ലേ? നന്ദു സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ദുവിനോട് ഇനി എന്ത് പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കുക. സ്റ്റുഡൻസിന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും ഫാദർ? ദിസ് ഇസ് ടു മച്ച്. നന്ദുവിനെ എനിക്ക് വിശ്വാസ. പക്ഷെ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ധൈര്യമായിരിക്കും. ദൈവം നമ്മെ കൈവിടില്ല. സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച്. പെട്ടെന്നുണ്ടായ ടെൻഷനിൽ ബോധം കെട്ട് വീണൂന്നല്ലാതെ നന്ദുവിനിപ്പോ യാതൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചെറിയൊരു നമ്പർ, അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന മറ്റാരുമല്ലോ. അത് ശരിയാ. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു കള്ളം പറയാൻ. സത്യം മാത്രം പറയുന്ന ഒരു അരിച്ചത്രൻ. അതല്ലടോ, ഈ കളി പൊളിഞ്ഞാൽ ഇന്ദു സത്യം അറിഞ്ഞാൽ എനിക്ക് ധൈര്യമില്ലടോ. എനിക്ക് ധൈര്യമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡീൽ ചെയ്യാൻ പോകുന്നു. ഇന്ദു തന്നെ വിശ്വസിക്കൂ. വൈ നോട്ട്? ഇന്ദിരയുടെ മുമ്പിൽ ഞാൻ മനസ്സുഖം മാത്രം കൂട്ടിയല്ല, ഡോക്ടർ ഗോൺസാൽവസ് മനഃശാസ്ത്രം മണിച്ചിത്രത്തായ. ഓക്കെ, കുറെ നേരം ആയാലും രണ്ടാളും കൂടി മൂലയ്ക്ക് മുറുമുറുക്കാൻ തുടങ്ങിയിട്ട്. ഒന്നുമില്ല, ഞങ്ങളൊരു കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞ. ശരി ഡോക്ടർ, ഇവിടെ വന്നു. നീ ഇങ്ങനെ കുത്തിയിരിക്കാത്ത ബാറിൽ തല്ലുണ്ടായ പരുക്കും വെച്ച് സെന്റിമെന്റ്സ് അടിച്ച ഒരിക്കൽ ഇന്ദിരയെ നിനക്ക് തിരിച്ചു തന്നില്ലേ? അതിന് നീ ഭാഗ്യമുള്ളവനാ. ഗോവേണിൽ നിന്ന് ബോധം കിട്ടു വീണ വകയില് നിനക്ക് ഞങ്ങൾ ഒരു പുനർജന്മം തരാൻ പോവാ. എങ്ങനെ? നിനക്കിപ്പോ എന്താ വേണ്ടത്?
എല്ലാ പിണക്കങ്ങളും മറന്ന് ഇന്നലെ നിന്നെ സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. നീ കണ്ണടച്ച് കിടന്നാൽ മാത്രം മതി. കിടക്കട അല്ല എന്റെ ഇന്ദുട്ടി കിടക്കറാതാ ശൂലനാകട കിടക്കണം. നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുള്ളത് ഇതെനിക്കറിയാലോ. പക്ഷെ അത് നന്ദേട്ടൻ എന്താ അസുഖം? ഇങ്ങോട്ട് വരൂ. മെഡിക്കൽ സയൻസിൽ ബ്രെയിൻ ഓഫ് ഫ്രിഞ്ചീരിയ ഒട്ടോപ്പിക്ക എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് നന്ദു. അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാലോ? അമേരിക്കയിലാവുമ്പോ. അമേരിക്കയിലെന്നല്ല, ലോകത്തൊരിടത്തും ഈ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വൈദ്യശാസ്ത്രം ഈ രോഗത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രോഗിയാണെന്നുള്ള വിവരം ഒരിക്കലും അവൻ അറിയരുത്. മരിക്കുന്നത് വരെ അവൻ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എത്രയും സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രയും സ്നേഹം കൊടുക്കും. എത്രയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയും സന്തോഷിപ്പിക്കുക. അതെ, ഒരപേക്ഷയുണ്ട്. എന്താ ഫാദർ? 1 മണിക്കൂർ വിട്ടു തരണം. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെക്കാനാ. കുട്ടികൾക്ക് ബോഡി കാണുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യാലോ. അങ്ങനെ മരിച്ചിട്ടില്ല അച്ചോ. മരിച്ചിട്ടില്ലേ? ഇന്നലെ അറിഞ്ഞപ്പോ കരിഞ്ഞെന്ന് കരുതി. മൈ ജീസസ്. ലോകത്തൊരിടത്തും ഈ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലത്രേ. നമ്മൾ കളിച്ചത് കുറച്ച് കൂടിപ്പോയി. എത്ര കളിയാക്കി ആ നന്ദു സാറിനെ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ഫ്രെഡി ചതിയനാണെന്ന്. ഗംഗയെ പാട്ടിലാക്കാൻ വേണ്ടി അവൻ നമ്മളെ കരുവാക്കി. നീ അതിനകത്ത് തുള്ളുകയും ചെയ്തു. പേഴ്സണൽ വീക്ക്നെസ്സിൽ കുത്തണമെന്ന് അവൻ അന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും കെണി ഒപ്പിക്കുന്നു. ആ തെണ്ടി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇനിയിപ്പോ ആള് മാറി നോക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പാറയപ്പറമ്പന്മാരുടെ ഇടിയുടെ ചൂട് നീ ശരിക്കറിയും. എടാ, റെഡ്ഡി ഇതുവരെ ഒരു ഗെയിമിനും തോറ്റിട്ടില്ലെന്നറിയാലോ. ഈ ഗെയിമിൽ ചിലപ്പോ തോൽക്കേണ്ടി വരും. ഹലോ, ഇരിക്കേ. വേണ്ട, ഇരുത്തിരുത്തോളം മതി. നല്ല ചൂടിലാണല്ലോ. അതെ, എന്താ ചൂടറിയിക്കണോ? ചൂടറിയാൻ മോഹമുണ്ട്, പക്ഷെ ഇവിടെ വേണ്ട. ഊട്ടിയിലോ കൊടൈക്കനാലോ പോവാം അല്ലേ? നീയൊക്കെ ഞങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഫ്രണ്ട്സിനെ പോലെ ഒരു കമ്പനി കൂടിയെന്ന് വെച്ച് നീ പറയുന്നിടത്ത് പായ വിരിക്കുന്നോ? നമ്മൾ ടീമായി കളിച്ച ഗെയിം ഞാൻ ഒറ്റയ്ക്ക് കളിച്ചു. ദാറ്റ്സ് ഓൾ. വേണ്ട, ഇനി നീ അങ്ങനെ കളിക്കണ്ട. കളിച്ചാൽ നാ വരുന്ന ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. പോടാ. നാണക്കേട്. പറയാണ്ടിരിക്കാൻ ഒരുപാട് നോക്കി, പറ്റുന്നില്ല. കൊച്ചമ്മ എന്നോട് പൊറുക്കണം. നന്ദു സാർ ഒറ്റയ്ക്കുണ്ടായിരുന്ന ദിവസം കള്ളഫോൺ ചെയ്ത് റീസ കൊച്ചമ്മ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആ രേഷ്മ കൊച്ചും കൂടെയുള്ള പിള്ളേരുമാ. നന്ദു സാർ പാവമാ. ഇവിടെ ഉണ്ടാവണ കാര്യങ്ങളൊക്കെ ആ കുട്ടി എന്നോട് ചോദിക്കുമായിരുന്നു. ഞാനൊക്കെ പറയാറുണ്ട്. കളിതമാശയാന്നാ കരുതിയേ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇന്ദുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. പാവം നന്ദേട്ടൻ, എന്തൊക്കെയാ ഞാൻ ചെയ്ത്? സാരമില്ല, ഇപ്പോഴെങ്കിലും എല്ലാം ബോധ്യമായല്ലോ. ട്രേസ മനസ്സിലൊന്നും വെക്കരുത്. ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. വരട്ടെ. തലേമ തലതെറിച്ച പിള്ളേര് കാണിക്കുന്ന ഓരോരോ കുന്നായ്മകളെ ഇവറ്റങ്ങളൊക്കെ പുളിവാറിലുകൊണ്ട് ചന്തിക്ക് നോക്കി നല്ല പെടപടിക്കാ വേണ്ടത്. മോളിത് വന്ന് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് എന്റെ മോൻ വന്നാലുടനെ ഇവളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിച്ചാനെ. മാതാവ് സഹായിച്ചു. ആ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ കുറ്റം ചുമത്താത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ആത്മാവ് ക്ഷയിച്ചു പോയി.
നീ എന്തിനാ വാതിലും ജനലും അടച്ച് കുച്ചിയിടുന്നേ? കിടന്നുറങ്ങണ്ടായോ? സമയം എത്രയെന്നറിയോ? ഓ, ഉറങ്ങാനാണ്. നീ കുതിരയെയും കോബ്രകഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നീ നിൽക്കില്ലെങ്കിൽ അവൻ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ഗോത്രം എന്തോ എന്ത് ഇവിടെയുണ്ട് കിടക്ക. എന്തുപറ്റി? 1-2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. എന്തുപറ്റി? എന്തോ പേടിക്കൊന്നും വേണ്ട. ഈ വീട്ടില് ഓടിക്കളിക്കാൻ ഒരു കുട്ടിമാഷ് വരാൻ പോവാ. ചെലവുണ്ട് മാഷ്. നീ എന്താടി കുന്തം വിഴികന്മാരി നിക്കണത്? അവർക്ക് എന്തേലും വർത്താനം പറയാനും പിടിക്കാനും ഒക്കെ ഉണ്ടാവും. നീ ഇങ്ങോട്ട് വാടി മോളെ. സത്യ വേണ്ട വേണ്ട, നന്ദേട്ടന് സുഖമില്ലാത്ത. സുഖമില്ലേ? അല്ല, നന്ദേട്ടനല്ല, എനിക്ക്. പിന്നെ ബ്രെയിൻ ഓഫ് ഇഞ്ചീനിയ ഒട്ടോപ്പിക്ക. എന്റെ ദൈവമേ, പേര് കേട്ടാൽ തന്നെ ഏതോ വലിയ മാരക രോഗമാണെന്ന് ആർക്കാ തോന്നാത്തത്? പിന്നെന്തൊക്കെ പറഞ്ഞു? ഈ രോഗം ബാധിച്ചവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ഇന്നെനിക്ക് മനസ്സുകൊണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു തമാശ കൂടി പൊട്ടിച്ചു. ഈ രോഗത്തിന് ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു. അപ്പൊ എയ്ഡ്സ് പോലുള്ള രോഗമാണെന്ന് കരുതി കാണും. വായടക്കട. എന്റെ ഈശ്വര, പിന്നെ എങ്ങനെയാ അവള് കരയാണ്ടിരിക്കണേ? ഇത്രയും വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. തൽക്കാലം കുറച്ച് നാളത്തെ കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഐ വിൽ ടെൽ യു എ ഫിലോസഫി. ശാപമുണ്ടെങ്കിലേ ശാപമോക്ഷം ഉണ്ടാവൂ. ആൻഡ് വൺ മോർ തിങ്, ജൂലിയസ് സീസർ എനിക്കിനി അവളുടെ മുമ്പിൽ വേഷം കെട്ടാൻ പറ്റില്ല. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയാലോ. ഇനിയും ഞാൻ അവളെ വിട്ടിയാക്കി നിറഞ്ഞ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയില്ല. ഞാനൊക്കെ തുറന്നു പറയാൻ പോവാ. പെട്ടെന്നെങ്ങനെ തുറന്നു പറഞ്ഞ ഒന്നല്ല രണ്ടാ. തുറന്നു പറയാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാ. വല്ലവനൊക്കെ പറഞ്ഞറിയുന്നില്ല നല്ലത് ഞാൻ തന്നെ പറയുന്നതല്ലേ. അവൻ അവിടെ ചെന്ന് ആകെ ചളാക്കൂ. ഇനി അവളെങ്ങാനും അമേരിക്കയിലോട്ട് വിളിച്ച് അളിയനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുത്താ എന്നാ സാറിന്റെ 16 അടിയന്തരം നടത്തിക്കൊണ്ടാ മതി. ഒരുപാട് നാളായി നല്ല ഒരു സത്യം ഉണ്ടിട്ട്. അതെ, ചെന്നെത്തട. വയസ്സായ മനുഷ്യന് ഒരു മര്യാദയൊക്കെ വേണ്ടടാ. ഹലോ, അതെ അങ്കിളാ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. മോള് കരയാതിരിക്കൂ. നന്ദോട് വരുന്നുണ്ട്. അച്ഛനാവാൻ പോവല്ലേ, ലേശം കഴിച്ചിട്ടുണ്ട്. മോള് വഴക്കൊന്നും പറയണ്ട. ഇല്ല. അയ്യേ, മോള് ധൈര്യമായിട്ടിരിക്കേ. അങ്കിളല്ലേ പറയണേ, ഒക്കെ ശരിയാവൂ. ഓക്കെ. കുടിച്ചൂലേ? ആ കുടിച്ചു. വരൂ. ഞാൻ എന്തിനാ കുടിച്ചെന്ന് നീ എന്താ ചോദിക്കാത്തത്? എന്തിനായാലും എന്താ, നന്ദേട്ടന് ഇഷ്ടമായിട്ടല്ലേ. നന്ദേട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഓ, നീ ഇനി വഴക്ക് പറയുന്നു അല്ലെങ്കിൽ എന്നോടൊന്ന് പിണങ്ങ്. എന്തിനാ പിണങ്ങണേ? എനിക്ക് ബോധ്യായി, മണിക്കൂറും മിനിറ്റും കണക്ക് കൂട്ടി അളന്നു തൂക്കി ജീവിക്കണത് ഒരു ജീവിതമല്ല. ഇത്തിരി ഉഴപ്പും മടിയും കുസൃതിയൊക്കെ കൂടുമ്പോഴേ ജീവിതത്തിനൊരു രസമുള്ളൂ. നന്ദേട്ടന് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ, പക്ഷെ കുടിച്ചിട്ടിങ്ങനെ വണ്ടി ഓടിക്കണ്ടായിരുന്നു. അയ്യോ എന്റെ ഇന്ദൂട്ടി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇനി ഒന്നും പറയണ്ട. ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നേ. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? വാ. എന്റെ ഈശ്വര, ഞാൻ ഇനി ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്റെ ഇന്ദൂട്ടി, എനിക്ക് ഒരേ അസുഖവും ഇല്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞു? പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ മാറി. ലൈഫ് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. നിന്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു വിഷമമില്ല. നന്ദേട്ടൻ വിഷമിക്കാണ്ടിരുന്നാ മതി. ഓ എന്റെ ഇന്ദൂട്ടി, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ഒരു സത്യം ഞാൻ വെട്ടി തുറന്ന് പറയാം. എനിക്ക് യാതൊരു അസുഖവും. കീപ് ക്വൈറ്റ്.
അത്താഴവും കഴിച്ച് എന്റെ കുട്ടി സുഖമായി കിടന്നുറങ്ങണം. അയ്യോ എന്ത് പറ്റി? തേങ്ങ കൊല